കുട്ടികളുടെ ലോകം എത്ര മനോഹരമായിരുന്നു. കളിസ്ഥലങ്ങളിലെ ചിരിയും കൂട്ടുകാരുടെ ചെറുവഴക്കുകളും, ഓടിപ്പിടുത്തം, ഏറുപന്ത്, കുട്ടിയും കോലും, കള്ളനും പോലീസും, ഇവയൊക്കെയാണ് അവരുടെ ദിനങ്ങൾ നിറച്ചിരുന്നത്. പ്രകൃതിയായിരുന്നു അവരുടെ കളിക്കൂട്ടുകാരൻ. വീട്ടുകാര്യങ്ങളിലെ ചെറിയ സഹായവും, വീട്ടുമുറ്റത്തെ വള്ളിപ്പടികളിൽ കയറി പഴം പറിക്കലും, മഴവില്ലിനെ നോക്കി സ്വപ്നം കാണലും. ബാല്യം അവർക്കൊരു ആഘോഷം തന്നെയായിരുന്നു. കുട്ടികളുടെ ജീവിതം വളരെ ലളിതവും സന്തോഷവും നിറഞ്ഞതായിരുന്നു. ആ സുവർണ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ? കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. കാലം മാറി, കഥ മാറി. ഇന്ന് നമ്മുടെ കൈകളിൽ ലോകം മുഴുവൻ ഒതുങ്ങുകയാണ്. വിരൽ തുമ്പിൽ വിസ്മയങ്ങൾ തീർക്കുന്ന ഈ സ്മാർട്ട് ലോകത്ത് നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ മറന്നുപോകുന്നു. കണ്ണു തുറക്കുമ്പോഴും കണ്ണടയ്ക്കുമ്പോഴും കൂടെ കൂട്ടാനൊരു ചങ്ങാതിയുണ്ട്, നമ്മുടെ മൊബൈൽ ഫോൺ. കൂട്ടുകാരോടൊപ്പം കളിച്ചിരുന്ന സമയം,
ഇപ്പോൾ സ്ക്രീൻ മുന്നിലെ ഗെയിമുകളായിരിക്കുന്നു. മുന്നിൽ നിറഞ്ഞിരുന്ന ശബ്ദം ചിരിയായിരുന്നെങ്കിൽ ഇന്നത് നോട്ടിഫിക്കേഷൻ ശബ്ദമാണ്. കഥ പറഞ്ഞുറക്കുകയും ഊട്ടുകയും ചെയ്തിരുന്ന മാതാപിതാക്കൾ ഇന്ന് കുട്ടികളെ കാർട്ടൂൺ കാണിച്ച് ശാന്തരാക്കുന്നു. ഒരിക്കൽ ചിരിയും ഓട്ടവും നിറഞ്ഞിരുന്ന ബാല്യം ഇന്നു സ്ക്രീനിൻ്റെ വെളിച്ചത്തിൽ ഒതുങ്ങിക്കൂടുന്നു. ഡാഡ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് എന്താ എനിക്കുള്ള ഗിഫ്റ്റ്? താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്. पहला नशा पहला खुमार, नया प्यार है नया इंतजार, कर लूं मैं क्या अपना हाल, ऐ दिले बेकरार, मेरे दिले बेकरार, तू ही बता. അമ്മേ, എനിക്ക് നാളെ മാത്സ് എക്സാം ആണ്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? പ്ലീസ് അമ്മേ, പ്ലീസ്. ഇപ്പോൾ ഞാൻ നല്ല തിരക്കിലാണ്, നീ അച്ഛനോട് ചോദിക്കൂ. അച്ഛാ, എനിക്ക് നാളെ മാത്സ് എക്സാം ആണ്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? പ്ലീസ് ഡാഡ്. മോനെ, ഞാൻ ഓൾറെഡി ലേറ്റ് ആണ്. ഓക്കെ, ബൈ. ഹായ്, ഡാഡി വന്നല്ലോ. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. വാ, നമുക്ക് പഠിക്കാം. സോറിടാ, ഞാൻ ആകെ ടയേർഡാണ്. നീ അമ്മയോട് ചോദിക്കി. പ്ലീസ് അമ്മ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ. ഞാൻ വരാം, നീ റൂമിലോട്ട് ചെല്ല്. എത്ര സമയമായി? അമ്മ വന്നില്ലല്ലോ. എല്ലാവർക്കും തിരക്കാണ്. എനിക്കൊന്നും പറഞ്ഞു തരാൻ ആർക്കും സമയമില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? മോനെ, അച്ഛന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വാ. എത്ര നേരമായി ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട്? ഇവൻ എന്താ അവിടെ ചെയ്യുന്നത്? മോനെ, എടാ മോനെ, നീ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. കുറെ നേരമായല്ലോ മോനെ വിളിക്കുന്നത്. എന്താ അവന് പറ്റിയത്? ഇതാണ് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ. അറിഞ്ഞോ അറിയാതെയോ നമ്മളും ഇതിൻ്റെ ഭാഗമാണ്. മാതാപിതാക്കളുടെ ശരിയായ ഇടപെടലിലൂടെ കുട്ടികളിലെ പെരുമാറ്റപരമായ അടിമത്തം മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ പ്രക്രിയയിൽ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. മാതാപിതാക്കളുടെ ക്ഷമയും സ്നേഹവും സ്ഥിരോത്സാഹവുമാണ് നമ്മുടെ കുട്ടികളെ ഡിജിറ്റൽ ലോകത്തിൽ നിന്ന് യഥാർത്ഥ ലോകത്തേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ മരുന്ന്. ചുരുക്കത്തിൽ, മാതാപിതാക്കളുടെ സ്നേഹവും ശരിയായ മാർഗനിർദ്ദേശവും നിരന്തരമായ പ്രോത്സാഹനവും കുട്ടികളെ മൊബൈലിൻ്റെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് മോചിപ്പിച്ച്
യഥാർത്ഥ ലോകത്തിലെ സന്തോഷങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കും. Music. സ്മാർട്ട് ഫോണുകൾ നമ്മുടെ ജീവിതം എളുപ്പമാക്കിയെങ്കിലും മനുഷ്യരെ തമ്മിൽ അകലം കൂട്ടുന്നുവെന്ന സത്യം നിഷേധിക്കാനാവില്ല. ഫോൺ നമ്മെ നിയന്ത്രിക്കുന്നതിന് പകരം നാം തന്നെയാണ് അതിനെ ബുദ്ധിപൂർവം ഉപയോഗിക്കേണ്ടത്. ടെക്നോളജിയുടെ ദാസന്മാരാകാതെ അത് ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഉപകരണമാക്കി മാറ്റാം. ഒരുപാട് സ്ക്രീൻ ലൈറ്റുകൾക്കിടയിൽ പോലും ഒരുമയും മനുഷ്യബന്ധങ്ങളും ഒരിക്കലും മാഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം എന്നൊരു ചൊല്ലുണ്ട്. അനിവാര്യമായ മാറ്റങ്ങളെ നമുക്ക് സ്വീകരിക്കാം. പഴമയുടെ നന്മയും പുതുമയുടെ ഊർജവും കൈമുതലാക്കി ആർജവമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കൈകോർക്കാം.